മച്ചാന്റെ മാലാഖ ബോബൻ സാമുവൽ സംവിധാനം ചെയ്ത് സൗബിൻ ഷാഹിർ, നമിത പ്രമോദ്, ശാന്തി കൃഷ്ണ, മനോജ് കെയു, ദിലീഷ് പോതൻ തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമയെക്കുറിച്ചാണ് ഇന്ന്. KSRTC കണ്ടക്ടറായ സജീവൻ ബിജിമോളെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നതും തുടർന്ന് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. വളരെ റൂട്ടഡ് ആയിട്ടുള്ള കഥാപരിസരം പടത്തിന്റെ പോസിറ്റീവാണ്. മെയിൻ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിൽ പരിചയപ്പെടുന്ന ഭാഗങ്ങൾ, അതുപോലെ സൗബിനും അളിയനും തമ്മിലുള്ള ബന്ധം, അമ്മായിയപ്പനുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ രസമുണ്ടായിരുന്നു. സോ അവിടെയുള്ള ചില നല്ല മൊമെന്റ്സ് കൊണ്ട് പടം നമ്മളെ കണക്ട് ആക്കുന്നുണ്ട്. ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സീരിയസ് വിഷയം തന്നെയാണ് സിനിമ സംസാരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഈ വിവാഹം, റിലേഷൻഷിപ്പ്, ഈ ഒരു കാര്യത്തിൽ കൂടുതലും സ്ത്രീകളുടെ വ്യൂ പോയിന്റിൽ നിന്നും അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഇപ്പൊ സിനിമകളിലാണെങ്കിലും അങ്ങനെ തന്നെ. ഗാർഹിക പീഡനം എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും സ്ത്രീകളാണ് ഇരകളാകാറുള്ളത്. എന്നാൽ ശതമാനത്തിൽ കുറവാണെങ്കിൽ പോലും ചില സമയങ്ങളിൽ, ചില ദാമ്പത്യത്തിൽ പുരുഷന്മാരും ഇരകളാകാറുണ്ട്. ഭാഗ്യവശാൽ അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ നമ്മുടെ നിയമങ്ങൾ കൂടുതലും സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അത് അങ്ങനെ തന്നെ വേണം താനും. എങ്കിലും ഈ ഒരു സിറ്റുവേഷനെ ചൂഷണം ചെയ്യുന്ന, അത് മുതലാക്കുന്ന ചില സ്ത്രീകളെങ്കിലും നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളതും സത്യമാണ്. സോ ഈ ഒരു വിഷയം ഇതൊരു ഡിബേറ്റബിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ഇതിനെക്കുറിച്ചാണ് ഈ സിനിമ സംസാരിക്കുന്നത്. സ്നേഹത്തിന്റെയും കടപ്പാടിന്റെയും ഇടയിൽ പെട്ടുപോയ ആളാണ് ഇതിലെ സജീവൻ. ഇങ്ങനെയുള്ള ചില ക്യാരക്ടേഴ്സിനെ എനിക്ക് പേഴ്സണലി റിയൽ ലൈഫിൽ ഡയറക്റ്റ് അറിയാവുന്നതാണ്. ഇത്തരത്തിൽ സൈക്കോകളായിട്ടുള്ള അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള സ്ത്രീകളും നമ്മുടെ നാട്ടിൽ ഉണ്ടെന്നുള്ളതും സത്യമാണ്. സോ ഇത്തരം ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്ന ആണുങ്ങളുടെ പ്രശ്നങ്ങൾ സംസാരിക്കാനും സിനിമകൾ വരേണ്ടതുണ്ട്. സോ ഈ ഒരു വിഷയം ഈ പടത്തിന്റെ ബേസിക് പ്ലോട്ടിൽ കൊണ്ടുവന്നതുകൊണ്ട് ഞാൻ ഇതിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നുണ്ട്. പക്ഷെ പടത്തിന്റെ ട്രീറ്റ്മെന്റ്, മേക്കിംഗ്, ക്യാരക്ടറൈസേഷൻ ഒക്കെ കൊണ്ട് ആ ഒരു ഇമ്പാക്ട് പടം നൽകിയോ എന്നുള്ളതാണ് ചോദ്യം. പെർഫോമൻസിൽ സജീവനായിട്ട് വന്ന സൗബിൻ ഷാഹിർ തന്റെ റോള് നന്നായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു ഇതിൽ നമിത ചെയ്ത ബിജിമോള്. നമിത റോള് വളരെ നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലെ എഴുത്തില് ഒരു സ്ഥായി ഭാവം ആ ക്യാരക്ടറിന് കൊടുക്കാത്തത് കഥാപാത്രത്തിന്റെ ഐഡന്റിറ്റിക്ക് പ്രശ്നമാവുന്നുണ്ട്. അതിപ്പോ ടോക്സിക് ആണോ അതോ അലിവുള്ളവളാണോ എന്ന് നമുക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് എഴുതി വെച്ചേക്കുന്നത്. ഒരിക്കലും ചേഞ്ച് ആവാത്ത, ഒരു സിമ്പതിയും ഇല്ലാത്ത കുഞ്ഞുമോൾ എന്ന സ്ട്രോങ് ക്യാരക്ടർ ശാന്തി കൃഷ്ണയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പഴയ ചില സിനിമകളിലാണെങ്കിൽ നമ്മൾ സുകുമാരി അമ്മയോ അല്ലെങ്കിൽ മീന അമ്മയോ അല്ലെങ്കിൽ KPS ലളിത് ഇവരാരെങ്കിലും ഒക്കെ ചെയ്ത ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ എനിക്ക് ചിലയിടങ്ങൾ ഓർമ്മ വന്നായിരുന്നു. ശാന്തി കൃഷ്ണ പുള്ളിക്കാരിയുടേതായ സ്റ്റൈലിൽ അത് ചെയ്തിട്ടുണ്ട്. അമ്മായച്ചനായിട്ട് വന്ന മനോജ് കെയുവും കൊള്ളാം. ദിലീഷ് പോത്തൻ, വിനീത് തട്ടിൽ, ശ്രുതി ജയൻ എന്നിവരോടൊപ്പം ധ്യാൻ ശ്രീനിവാസൻ ഗസ്റ്റ് റോളിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊഡ്യൂസറുടെ ഭാര്യ ഷീലു എബ്രഹാമിനും പടത്തിൽ ഒരു ചെറിയ വേഷമുണ്ട്. ക്യാമറ വിവേക് മേനോൻ, എഡിറ്റിംഗ് രതീഷ് രാജ് എന്നിവരാണ് നിർവഹിച്ചിരിക്കുന്നത്. ഇതിന്റെ മ്യൂസിക് ഔസേ പച്ചനാണ്. ചിലയിടങ്ങളിൽ BGM, പ്രത്യേകിച്ച് ധ്യാൻ ശ്രീനിവാസനൊക്കെ വരുന്നിടത്ത് വളരെ ഓവർ ദ ടോപ്പ് ആയിട്ട് കോളവാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സ്നേഹം കൊണ്ട് സഹിക്കുന്ന ചില റിലേഷൻഷിപ്പുകളിൽ വിക്ടിം ആകുന്ന ആണുങ്ങളുടെ കഥ എന്ന നിലയിൽ അങ്ങനെ തന്നെ പടം മുമ്പോട്ട് പോകാമായിരുന്നു. എന്നാൽ അനാവശ്യമായിട്ടുള്ള കുറെ കോംപ്ലിക്കേഷൻസ് കൊണ്ടുവരുത്തി അതിന്റെ ഒരു വിശ്വാസ്യത നശിപ്പിച്ചതാണ് തിരക്കഥയുടെ ഒരു പ്രധാന പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. ചില ടോക്സിക് ആയിട്ടുള്ള സ്ത്രീകൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന രീതിയിൽ തന്നെ കാണിച്ചാൽ മതിയായിരുന്നു. പിന്നെയും കുറെ കോംപ്ലിക്കേഷൻസ് ഒക്കെ കൊണ്ടുവന്ന് ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ അതൊക്കെ വിട്ടിട്ട് തിരക്കഥ ഇങ്ങനെ കാട് കയറി പോകുകയായിരുന്നു. ചില കഥാപാത്രങ്ങൾക്കുണ്ടാകുന്ന മനംമാറ്റം പോലും കൺവിൻസിംഗ് ആയിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചില്ല. ഒപ്പം വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഇതിന്റെ ട്രീറ്റ്മെന്റ്, മേക്കിംഗ് സ്റ്റൈൽ പലയിടങ്ങളിലും ഒരു സീരിയൽ പോലെ ഫീൽ ചെയ്ത് ഇതിന്റെ മേക്കിംഗ് ആൻഡ് ഡയലോഗ്സ്, ഓൾഡ് സ്റ്റൈൽ, ഓവർ BGM ഇതൊക്കെ പടത്തിന്റെ നെഗറ്റീവുകളാണ്. ആകമൊത്ത ടോട്ടലിൽ പ്രമേയത്തിന്റെ ഉദ്ദേശശുദ്ധി കൊണ്ട് ഇതൊരു തല്ലിപ്പൊളി പടം എന്ന് പറയാൻ പറ്റില്ല. പറയാൻ വന്ന വിഷയം ഇരകളാകുന്ന ആണുങ്ങൾ അല്ലെങ്കിൽ ഇഷ്യൂസ് ഓഫ് മെൻ, അത് വളരെ കാലിക പ്രസക്തമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. അത് കുറച്ചുകൂടി നല്ല രീതിയിൽ അവതരിപ്പിക്കാമായിരുന്നു. പക്ഷേ സ്ക്രീൻ പ്ലേയിലെ ഞാൻ പറഞ്ഞ പോരായ്മകളും പഴയ സ്റ്റൈൽ ട്രീറ്റ്മെന്റും ഒക്കെ കൊണ്ട് ഒരു ആവറേജിന് കുറച്ച് താഴെ നിൽക്കുന്ന ഒരു അനുഭവമായിട്ട് മാറുകയായിരുന്നു ഈ മാലാഖ. അല്ലെ തന്നെ ആരെങ്കിലും സൈക്കോകളെ മാലാഖ എന്ന് വിളിക്കൂ? ഇതിലെവിടെയാണ്, ആരാണ് മാലാഖ? പടത്തിന്റെ പേരിടാൻ പോലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതോ സർക്കാസമാണോ ഉദ്ദേശിച്ചത്? അപ്പോൾ നിങ്ങൾ ഈ പടം തിയേറ്ററിൽ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.